നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ എല്ലാരും കൂടെ തീരുമാനിച്ചുറപ്പിച്ചാണല്ലേ അവന്റെ അമ്മൂമ്മയുടെ ഒരു റീക്രിയേഷൻ. ഇതിന് വലിയാനും വയ്യല്ലോ. പ്രീതിക്കിതിൽ മനസ്സറിവൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എങ്കിൽ നിരപരാധിയാണെന്ന് അവക്ക് മുന്നിൽ സ്ഥാപിക്കാനുള്ള സൂപ്പർ ചാൻസാ. അവളല്ലേ കോടതിയിൽ മൊഴി നൽകേണ്ടത്. നോക്കിക്കും മോനെ രോഹിത്തെ, നിന്റെ റീക്രിയേഷൻ ഞാൻ റിവേഴ്സ് അടുപ്പിക്കും. എന്താ സുസ്മിതേ, ഫോട്ടോസ് എടുത്തൂടെ? ആ അതിനെന്താ, എടുക്കാലോ. രോഹിത് ഫോൺ ചെയ്താ. ഇവൾക്കെന്താ പെട്ടെന്നൊരു ആത്മവിശ്വാസം? അല്ല, എന്താ സുസ്മിതേ, ഫ്രെയിം റെഡിയാവുന്നില്ലേ? ഏയ് ഒരു കുഴപ്പമില്ല, കറക്റ്റാ. ഏയ് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കുറച്ചും കൂടെ പിന്നോട്ട് മാറിയിക്കാം. ഏയ് രോഹിത് വേണ്ട, അങ്ങോട്ട് പോയി വീഴും. ആ ഒരല്പം കൂടെ പിന്നിലേക്ക് നിൽക്കാവോ? നല്ല ഇട്ടി വെച്ച് ഫോട്ടോ കിട്ടും. ഇതിനപ്പുറത്തേക്ക് പോയാൽ ഞാൻ വീഴും സുസ്മിതേ. അവൾ എല്ലാവരെയും കടത്തി കിട്ടി അഭിനയിക്കുകയാണല്ലോ. ഇപ്പൊ ഫ്രെയിം കറക്റ്റ് ആണോ സുസ്മിതേ? ഇല്ല രോഹിത്, കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങുന്ന കറക്റ്റ് ആവും. മുന്നോട്ടല്ല, കുറച്ചും കൂടെ പിന്നിലേക്ക് നീങ്ങുന്നതാണ് കറക്റ്റ് ആവുന്ന എനിക്ക് തോന്നുന്നത്. വേണ്ട രോഹിത്, അങ്ങോട്ട് പോയി വീഴും. എന്താ, കുറച്ചും കൂടെ പിന്നോട്ട് നീങ്ങാനോ? രോഹിത്, രോഹിത് വീഴും. എന്താ സുസ്മിത നീ കാണിക്കുന്നേ? നീ എന്നെ പ്രണയം നടിച്ച് വഞ്ചിക്കുകയായിരുന്നോ? രോഹിത് എന്തേ പറയുന്നേ? നീ എന്നെ കൊല്ലല്ലേ സുസ്മിതേ? രോഹിത് പ്ലീസ്, എന്നെ ഇങ്ങനെ തീ തീറ്റിക്കല്ലേ. എന്തേ കാണിക്കുന്നേ? അയ്യോ അമ്മേ! രോഹിത്, രോഹിത്, ഏയ്, അർജുനേട്ടാ, എന്നെ കൊല്ലല്ലേ സുസ്മിതേ? എന്തേ കാണിക്കുന്നേ? രോഹിത് കേറി വാ. എന്നെ വെറുതെ വിടു സുസ്മിതേ. എനിക്കൊരു അമ്മയുള്ളതാ. അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. കൊല്ലരുതെന്നെ. എന്റെ അമ്മയ്ക്ക് ജീവൻ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നോട് ചെയ്തതെല്ലാം മാപ്പ് ചോദിക്കാം. രോഹിത് പ്ലീസ്, ഭ്രാന്ത് പറയല്ലേ. ശ്ശേ. കണ്ണുനോക്ക്. വെള്ളം കൊണ്ടുവാ. രോഹിത് മതിയാക്ക്, പോയി വാ. ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. ശാരദയ്ക്ക് ജീവനുള്ള കാലത്തോളം നിങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും.
എന്റെ മക്കളായിട്ട്. എന്റെ ശാരിമോളുടെ കഴുത്തി കിട്ടേണ്ട മുറിവാ നീ ഏറ്റുവാങ്ങിയത്. അവക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ശാരദ ഇത്രയും കാലം ജീവിച്ചത് പോലും വെറുതെ ആവുമായിരുന്നു. ശാരിയുടെ അല്ല, എന്റെ ജീവൻ തന്നെയാ രക്ഷിച്ചെന്ന് ഞാൻ പറയൂ. അല്ല, ഒരു ഊണേ ഉള്ളൂ. ഒരു ഊണിന്റെ ചാർജാ 80. ഇന്നലെ വരെ 50 ആയിരുന്നല്ലോ. ആ, അത് ഇന്നലെ വരെ. ഇന്ന് മുതലുള്ള കാര്യ ഞാൻ പറഞ്ഞത്. 50 രൂപയ്ക്കൊന്നും ഇപ്പൊ എവിടെ ഊണ് കിട്ടില്ലല്ലോ ചേട്ടാ. ഇവിടുത്തെ ബോർഡിലെ വിലയെ മാറാതുള്ളൂ. അരിക്കും പച്ചക്കറിക്കും എണ്ണയ്ക്കും ഗ്യാസിനും ഒക്കെ ദിവസവും വില കൂടുന്നുണ്ട്. ഓ ശരി ശരി, 80 80. അതെ, ആ ബോർഡിലെ വിലയും കൂടെ ഒന്ന് മാറ്റിയേക്കണേ. ഓ മാറ്റിയേക്കാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓ ഇത് 10 രൂപയല്ലേ ഉള്ളൂ. ഊണിന്റെ വില 80 ആണെന്നല്ലേ പറഞ്ഞേ? ആ 10 ഉള്ളൂ. ഊണിന് 80, പാഴ്സലാണെങ്കിൽ 90. ഇലയ്ക്കും കടലാസിനും ജോലിക്കാർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ചേർത്താ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുറെ സമ്പാദിക്കുമല്ലോ. പറ്റില്ലെഴുതിക്കോ മോളെ. പറ്റോ? ഇവിടെ പറ്റൊന്നുമില്ല. അല്ല, ശാരദാമ്മ ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ, ശാരദാമ്മ വെച്ചിരുന്ന ബുക്ക് അത് ഞാൻ എടുത്തങ്ങ് കത്തിച്ചു കളഞ്ഞു. ബുക്ക് കാണിച്ച കടയിന്ന് പലവ്യഞ്ജനങ്ങളും പാലും പച്ചക്കറിയും ഒന്നും കിട്ടില്ല. അതിനെ കാശ് തന്നെ വേണം. ഞാൻ കാശ് എടുത്തിട്ടില്ലല്ലോ മോളെ. അയ്യോ മോളെ, ചക്കരയെന്നൊന്നും വിളിച്ച് മയക്കണ്ട. അമ്മയുടെ അടുത്ത് ചെലവാക്കിയ വിദ്യകളൊന്നും എന്റെ അടുത്ത് വില പോവില്ല. കാശില്ലെങ്കിലേ നക്കാൻ ഇറങ്ങരുത്. മോളെ അപമാനിക്കരുത്. കൈ കാശില്ലാതെ വയറും വാടകയ്ക്ക് എടുത്തോണ്ട് കഴിക്കാൻ ഇറങ്ങുന്നേ നിങ്ങൾക്കൊക്കെ എന്ത് അഭിമാനം ഉണ്ടെന്നാ? മോളെ, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് മൂക്കുമുട്ട തട്ടിയിട്ട് അരിയാട്ടാം ഉഴുന്നാട്ടാന്നൊക്കെ പറയുന്ന പതിവ് നമ്പരൊന്നും ദേ ഇവിടെ ചെലവാവില്ല. അതിനൊക്കെ ഇവിടെ കാശ് കൊടുത്ത് ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. തൽക്കാലം നിങ്ങളെ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പൊക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.